ഓക്കെ, ഞാനിപ്പോൾ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ലൈനിലെത്തി. ഇപ്പം ഇവിടെ നല്ലൊരു വ്യൂ ആണ്. നോക്കിയേ, നമ്മുടെ ആ ഹിൽസിൻ്റെ ഒക്കെ നല്ല കിടിലം വ്യൂ ആണ്. ഇവിടുത്തെ ഹിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ടുള്ള ആ ഹിൽസിന് വലിയ ഗ്രീനി അല്ല, എന്ന് വെച്ചാൽ മരങ്ങളൊന്നും അധികമില്ല, മൊത്തം ഗ്രാസ് ആണ്. അപ്പോൾ ഇവിടുന്ന് കാണും നമുക്ക് അത് ഗ്രാസ് ഉള്ള പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അല്ലേ, ജസ്റ്റ് ഫ്ലാറ്റ് ഹില്ല് പോലെയാണ്. പക്ഷേ നമ്മളിപ്പം ഈ ലെഫ്റ്റിലോട്ടൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം വലിയ ഗ്രാസുകളാണ് ഇതിലുള്ളത്. നമുക്കിങ്ങനെ ലോങ് ഡിസ്റ്റൻസ് കാണുമ്പോൾ അത് വലിയ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ പാച്ചി ആയിട്ട് കുറച്ച് ട്രീസ് ഉണ്ട്, അത് ഭയങ്കര രസമാണ്. ഒരു കോൺട്രാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും അല്ലേ, ആ ഫ്രണ്ടിലത്തെ ആ മലകളൊക്കെ, ആ വാലി കഴിഞ്ഞിട്ടുള്ള മലകളും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹൈക്കിംഗ് സ്പോട്ട്, ലിറ്റിൽ യോസെമിറ്റി. അത് ആ ഏരിയയിലാണ്. ആ ഒരു പാച്ചി ഹില്ലിൻ്റെ ഒക്കെ റൈറ്റ് സൈഡിലോട്ടാണ് ആ ഒരു ലിറ്റിൽ യോസെമിറ്റി. പിന്നെ അങ്ങോട്ട് ആ റൈറ്റിലോട്ട് വേറെ റൂട്ടുണ്ട്, സൗത്ത് ബേയിലോട്ട്. നമുക്ക് മിൽപീറ്റാസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഒരു കാലവരാസ് റോഡും അങ്ങനെ റൂട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഒരു റിസർവോയറിനൊക്കെ സൈഡിൽ കൂടെയുള്ള റൂട്ടാണ്. ഞാൻ കുറച്ച് നല്ലൊരു ഡിഫറെൻറ്റ് റൂട്ടാണ്, പക്ഷേ ഭയങ്കര സിംഗിൾ ലൈൻ ഓർ 2 ലൈൻ റോഡാണ്. അപ്പം കുറച്ച് എന്തെങ്കിലും വല്ല ആക്സിഡൻസ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആവും. പിന്നെ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് ചലഞ്ചുണ്ട്. പക്ഷേ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഒരു നല്ലൊരു റൂട്ടാണ് അത്. ഇതിപ്പോൾ എന്താണെന്നറിയില്ല, ഈ റോഡിലിപ്പം റീസെൻ്റ്ലി ആയിട്ട് ഞാനിപ്പം ഇന്നലെയും 2 ദിവസം മുന്നേയും ഞാൻ ഡ്രൈവ് ചെയ്തപ്പം ഈ നോർത്തിലോട്ടുള്ള സെക്ഷൻ ഭയങ്കരമായിട്ട് ട്രാഫിക് ഉണ്ട്. റീസൺ അറിയില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ലൈൻ എങ്ങാനും ഒരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ, അതോ ആൾക്കാരെല്ലാം ഈ ഏരിയയിലോട്ട് ഡ്രൈവ് ചെയ്യാണോ, ഐ ഡോണ്ട് നോ. എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകണം, അല്ലാണ്ട് ഇങ്ങനെ ട്രാഫിക് ഇവിടെ വരേണ്ടതല്ല ഈ നോർത്തിലോട്ട്. ഇതിപ്പോൾ നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടുവേർഡ്സ് പ്ലസന്റൺ, വാൾനട്ട് ക്രീക്ക്, ടുവേർഡ്സ് സാക്രമെന്റോ, അങ്ങനെയാണ് ഈ റൂട്ട് പോകുന്നത്. ഇത് നല്ല റൂട്ടാണ്. ഈ 680 എന്ന് പറഞ്ഞാൽ രണ്ട് ഗാർഡ് സെക്ഷൻ നമ്മളിപ്പോൾ ഓൾറെഡി ക്രോസ് ചെയ്ത്. ഇത് സൈഡിൽ കൂടെ കണ്ടോ, ഒരു ബൈക്ക് ഇപ്പം ക്രോസ് ചെയ്ത് പോയത് കണ്ടോ. ഇത് FSDന്റെ വേറൊരു പ്രശ്നം അതാണ്. നമ്മൾ ഈ ബൈക്സ് ഒക്കെ ബാക്കിൽ വരുമ്പോൾ ജനറലി അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് കുറേ മാറി കൊടുക്കുക. പക്ഷെ FSD അത്രയ്ക്കൊന്ന് മാറാറില്ല. അപ്പം നമ്മുടെ ഫ്രണ്ടിലെ കാർസ് കണ്ടില്ലേ, ആ ട്രക്കൊക്കെ, നമ്മുടെ നെക്സ്റ്റ് ഫ്രണ്ടിലുള്ള വണ്ടി, ആ ട്രക്കൊക്കെ ഓൾമോസ്റ്റ് ലെഫ്റ്റിലൂടെ ഭയങ്കര ചേർന്നാവുന്നത്. അപ്പോൾ ഈ ബൈക്സ് വന്നു കഴിയുമ്പോൾ അവർക്കൊരു, നമ്മൾ മാറിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരും അവർക്ക് അങ്ങനെ. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ നമ്മൾ FSD ആണ്. അങ്ങനെ അവർക്ക്, അപ്പോൾ അവർ വിചാരിക്കും നമ്മൾ മാറി കൊടുക്കാതെയാണെന്നൊക്കെ വിചാരിക്കും ചിലപ്പം. ഭയങ്കര ക്ലോസ് ആയിട്ട് അവർ പോവാറ്. അതിൻ്റേതായ റിസ്ക്കും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇത് കണ്ടില്ലേ, ഒരു